എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ ടൈറ്റിൽ നഷ്ടപ്പെട്ട സമയത്തെക്കുറിച്ച് വിഷമിക്കരുത്. ജീവിതത്തിൽ പലരും നഷ്ടപ്പെട്ട സമയത്തെക്കുറിച്ച് അധികമായി ചിന്തിക്കുകയും വിഷമിക്കുകയും ചെയ്യാറുണ്ട്. അവർക്ക് മുമ്പ് ലഭിച്ച അവസരങ്ങൾ ഉപയോഗിക്കാനാകാതിരുന്നതും എടുത്ത ചില തെറ്റായ തീരുമാനങ്ങൾ ഓർത്ത് നിരാശപ്പെടാറുണ്ട്. എന്നാൽ കഴിഞ്ഞുപോയ സമയത്തെക്കുറിച്ച് നിരന്തരം വിഷമിക്കുന്നത് നമ്മെ മുന്നോട്ട് പോകുന്നതിൽ നിന്ന് തടയുകയും ഇപ്പോഴുള്ള വിലപ്പെട്ട സമയവും നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. സമയം ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സമ്പത്തുകളിൽ ഒന്നാണ്. ഒരിക്കൽ കടന്നുപോയ സമയം തിരികെ ലഭിക്കില്ല. അതുകൊണ്ട് ചിലർ ഞാൻ മുമ്പ് തുടങ്ങിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു, അല്ലെങ്കിൽ ഞാൻ വേറെ തീരുമാനം എടുത്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നിങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കും. ഇത്തരം ചിന്തകൾ ചിലപ്പോൾ നമ്മെ പാഠങ്ങൾ പഠിപ്പിക്കാം. എന്നാൽ അതിൽ കുടുങ്ങി നിൽക്കുന്നത് മനസ്സിന് ഭാരവും നിരാശയും മാത്രമേ നൽകൂ. ജീവിതത്തിലെ ഓരോ അനുഭവവും നമ്മെ എന്തെങ്കിലും പഠിപ്പിക്കുന്നതാണ്. ചിലപ്പോൾ നമ്മൾ നഷ്ടമായതായി കരുതുന്ന സമയം പോലും നമ്മെ കൂടുതൽ ബുദ്ധിമാന്മാരാക്കാനും ശക്തരാക്കാനും സഹായിക്കുന്നു. ലോകത്തിലെ പല വിജയികളുടെയും ജീവിതം നോക്കിയാൽ അവർക്ക് പല പരാജയങ്ങളും വൈകല്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവർ അതിൽ നിന്നും പാഠം പഠിച്ച് വീണ്ടും മുന്നോട്ട് പോയതാണ് അവരുടെ വിജയത്തിന് കാരണം. കഴിഞ്ഞുപോയ സമയത്തേക്കാൾ ഇപ്പോഴുള്ള സമയത്തെ ഉപയോഗപ്പെടുത്തുന്നതാണ് കൂടുതൽ പ്രധാനപ്പെട്ടത്. കാരണം നമുക്ക് യഥാർത്ഥത്തിൽ നിയന്ത്രിക്കാൻ കഴിയുന്നത് ഇപ്പോഴുള്ള നിമിഷമാണ്. ഇന്ന് ചെറിയ ചെറിയ നല്ല പ്രവൃത്തികൾ തുടങ്ങുകയാണെങ്കിൽ അത് നാളെയെ മികച്ചതാക്കാൻ കഴിയും. പുതിയ കാര്യങ്ങൾ പഠിക്കുക, ആരോഗ്യത്തെ ശ്രദ്ധിക്കുക, നല്ല ബന്ധങ്ങൾ വളർത്തുക എന്നിവ ജീവിതത്തെ കൂടുതൽ അർത്ഥവത്താക്കും. കഴിഞ്ഞു പോയ സമയത്തെക്കുറിച്ച് നിരന്തരം വിഷമിക്കുന്നത് മനസ്സിന് സമാധാനം നഷ്ടപ്പെടുത്തുകയും ആത്മവിശ്വാസം കുറയ്ക്കുകയും ചെയ്യാം. അതിനാൽ കഴിഞ്ഞത് സ്വീകരിച്ച് ഭാവിയിലേക്ക് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുകയാണ് ശരിയായ സമീപനം. അവസാനമായി പറയേണ്ടത്, നഷ്ടപ്പെട്ട സമയത്തെക്കുറിച്ച് വിഷമിക്കുന്നത് വീണ്ടും സമയം നഷ്ടപ്പെടുത്തുന്നത് പോലെയാണ്. കഴിഞ്ഞത് മാറ്റാനാവില്ല. എന്നാൽ ഭാവി നമ്മുടെ എല്ലാം കൈകളിലാണ്. അതിനാൽ പഴയ കാര്യങ്ങളെക്കുറിച്ച് ദുഃഖിക്കാതെ ഇന്നത്തെ ദിവസം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി നാളെയെ കൂടുതൽ നല്ലതാക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിലും ഫാമിലിയിലേക്കും ഷെയർ ചെയ്യുക. അപ്പം എൻ്റെ ചാനൽ ഇതുവരെ
സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഇത്തരത്തിൽ നിങ്ങൾക്ക് പ്രയോജനമുള്ള വീഡിയോകളുമായിട്ട് അടുത്തുള്ള ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. അതുവരെ ഈ വീഡിയോ ശ്രദ്ധിച്ചു കേട്ട നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേർന്നുകൊണ്ട് എല്ലാവർക്കും ബായ്.